വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, അതായത് ആധുനിക ഇന്ത്യ ചരിത്രത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്ന ടോപ്പിക്കും പൂർണ്ണ സ്വരാജുമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ നെഹ്റു റിപ്പോർട്ട് വരെയുള്ള കാര്യങ്ങളാണ് പഠിച്ചു തീർത്തത് അല്ലെ. അപ്പൊ സിവിൽ നിയമലംഘന പ്രസ്ഥാനം കുറച്ച് ഭാഗം 1930 വരെയായി, ഇനി 17 വർഷം കൂടി ഉള്ളൂ, 47 ആകുമ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കും. അതിനുശേഷം സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ തെരഞ്ഞെടുപ്പ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് പഞ്ചവത്സര പദ്ധതികൾ. ആ ടോപ്പിക്ക് നമ്മൾ എടുത്തു കഴിഞ്ഞു. അപ്പൊ ഏകദേശം കുറേയധികം ഭാഗങ്ങൾ, ഇനി സയൻസ്, മാത്സിന്റെ കുറച്ച് ഭാഗങ്ങൾ, ജോഗ്രഫി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ബാക്കിയുള്ളത്. അപ്പൊ നമ്മുടെ കുറേയധികം ഭാഗങ്ങൾ പോർഷൻസ് തീർന്നിട്ടുണ്ട്. ഇന്ന് 49 ദിവസമായി നമ്മൾ ക്ലാസ് തുടങ്ങിയിട്ട്. അതേ ഗൗരവത്തോടു കൂടി നിങ്ങൾ പഠിക്കാന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ കുറിച്ചാണ് അല്ലെ. അപ്പൊ സിവിൽ നിയമലംഘന പ്രസ്ഥാനം, നമ്മൾ കൂടുതലും സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെക്കാൾ കൂടുതൽ ഉപ്പ് സത്യാഗ്രഹം എന്നാണ് കേട്ടേക്കണത്, അല്ലെങ്കിൽ അതാണ് നമ്മൾ പറയാറ്. അപ്പൊ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് അറിയാം, ഗാന്ധിജിയാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കുന്നത്. അപ്പൊ ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ ഒരു കാരണമുണ്ട്. ഗാന്ധിജി ഒരു ലേഖനം വായിക്കുകയുണ്ടായി. ആ ലേഖനം ആരുടെയാണെന്നറിയോ നിങ്ങൾക്ക്? ഹെൻറി ഡേവിഡ് തോറോ. ആരാണ് ഹെൻറി ഡേവിഡ് തോറോ എന്ന് പറയുന്ന വ്യക്തി എഴുതിയ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന ലേഖനം വായിച്ചതിന്റെ പരിണിത ഫലമായി ഗാന്ധിജിക്ക് കിട്ടിയ ഒരു ആശയമാണ് സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഗാന്ധിജി ഹെൻറി ഡേവിഡ് തോറോയുടെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന, എന്താണ് സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന ഒരു ലേഖനം വായിച്ചു. ഈ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന ലേഖനത്തിൽ നിന്നാണ് ഗാന്ധിജിക്ക് എന്ത് ലഭിച്ചത് എന്നാ പറയുന്നത്? ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം എന്ന് പറയുന്ന ആശയം ലഭിച്ചത് എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കുകയാണ്. 1929 ലാഹോറില് ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടക്കുകയുണ്ടായി. നമ്മുടെ പൂർണ്ണ സ്വരാജ് പാസാക്കിയ സമ്മേളനം എന്നൊക്കെ നമുക്കറിയാം. നമ്മൾ അടുത്ത ടോപ്പിക് ആയിട്ട് അതാ പഠിക്കണേ. അപ്പൊ ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് നമ്മൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ പോവുകയാണെന്ന് ഗാന്ധിജി അതിന് ഈ കാര്യത്തെക്കുറിച്ച് ലോർഡ് ഇർവിൻ എന്ന് പറയുന്ന അന്നത്തെ പ്രഭുവിന്, അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ബ്രിട്ടീഷുകാരുടെ ഒരു വൈസ്രോയി ഉണ്ട്. അപ്പൊ അന്നത്തെ വൈസ്രോയി ആരായിരുന്നു? ലോർഡ് ഇർവിൻ ആയിരുന്നു. ലോർഡ് ഇർവിനെ 1930 മാർച്ച് മാസം 2-ാം തീയതി ആരെ അറിയിക്കുകയാണ്? ലോർഡ് ഇർവിനെ അറിയിക്കുകയാണ്, ഞങ്ങൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ പോവാട്ടോ എന്ന് ലോർഡ് ഇർവിനെ അറിയിക്കുന്നു. അങ്ങനെ ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിക്കുന്നു. 1930 മാർച്ച് മാസം 12-ാം തീയതി 1930 മാർച്ച് മാസം 12-ാം തീയതിയാണ് അദ്ദേഹത്തിന്റെ എന്താരംഭിക്കുന്നത്? ഉപ്പ് സത്യാഗ്രഹം ആരംഭിക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി ആരംഭിക്കുകയാണ്. ഈ ഉപ്പ് സത്യാഗ്രഹം ഗാന്ധിജി ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന്. ഗുജറാത്തിലെ സബർമതി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് 78 അനുയായികളോടൊപ്പമാണ് അദ്ദേഹം യാത്ര തിരിക്കുന്നത്. എവിടത്തേക്കാണ് യാത്ര തിരിക്കുന്നത്? ദണ്ഡി കടപ്പുറത്തേക്ക്. എവിടേക്കാണ്? ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിക്കുകയാണ്. ഈ ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ദണ്ഡി കടപ്പുറത്തേക്ക് 385 കിലോമീറ്റർ ദൂരമുണ്ട്. എത്ര ദൂരമുണ്ട്? 385 കിലോമീറ്റർ, അഥവാ 240 മൈൽ ദൂരമുണ്ട്. അപ്പൊ 385 കിലോമീറ്റർ അഥവാ 240 മൈൽ ഗാന്ധിജിയും ഗാന്ധിജിയുടെ അനുയായികളും സഞ്ചരിക്കുകയാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അവര് ആലപിച്ചത് രഘുപതി രാഘവ രാജാറാം, രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഗാനമാണ്. ഈ ഗാനത്തിന്, അല്ലെങ്കിൽ ഈ ഗീതത്തിന് ഈണം നൽകിയത് ആരാണെന്ന് ചോദിച്ചാൽ വിഷ്ണു ദിഗംബർ പുലസ്കർ എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പോ വിഷ്ണു ദിഗംബർ പുലസ്കറിന്റെ രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് ഗാന്ധിജിയും 78 അനുയായികളും ഗുജറാത്തിലെ ദണ്ഡി കടപ്പുറത്ത് സബർമതിയിൽ നിന്ന് എവിടേക്ക് പോകുന്നത്? ദണ്ഡി കടപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോ അങ്ങനെ പോണ വഴിക്ക് ഇവരുടെ കൂടെ 78 അനുയായികൾ ഉള്ളതിൽ കുറച്ച് മലയാളികൾ ഉണ്ടായിരുന്നു. അത് ആരൊക്കെയാണ് നിങ്ങൾ പഠിക്കണം. നെയ്യാറ്റിൻകര സി കൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി. ആരാണ്? നെയ്യാറ്റിൻകര സി കൃഷ്ണൻ ഉണ്ടായിരുന്നു. മായങ്കര ശങ്കരൻ എന്ന് പറയുന്ന ആളുണ്ടായിരുന്നു. മായങ്കര ശങ്കരൻ. ഷൊർണൂർ രാഘവ പൊതുവാൾ ഉണ്ടായിരുന്നു. ഷൊർണൂർ രാഘവ പൊതുവാൾ ഉണ്ടായിരുന്നു. കോട്ടയം ടൈറ്റസ് ഉണ്ടായിരുന്നു. ഈ 4 പേര്, കോട്ടയം ടൈറ്റസ്, ഈ 4 പേരും ഗാന്ധിജിയോടൊപ്പം ദണ്ഡി യാത്രയിൽ പങ്കെടുത്ത മലയാളികളാണ്. ആരൊക്കെയാണ്? നെയ്യാറ്റിൻകര സി കൃഷ്ണൻ, മായങ്കര ശങ്കരൻ, ടൈറ്റസ്, കോട്ടയം ടൈറ്റസ്, ഷൊർണൂർ രാഘവ പൊതുവാൾ തുടങ്ങിയവർ. അങ്ങനെ ഇവര് പോയി
മാർച്ച് 12-നല്ലേ മക്കളെ പോയത്? മാർച്ച് 12-ന് പോയിട്ട് 1930 ഏപ്രിൽ 5-ന് അവിടെ എത്തി. എപ്പ എത്തി എന്ന് മനസ്സിലാക്കുക. 1930 ഏപ്രിൽ മാസം 5-ാം തീയതി അവിടെ എത്തി. ഏപ്രിൽ മാസം 5-ാം തീയതി എത്തി. അവിടെ വിശ്രമിച്ചു. ഏപ്രിൽ മാസം 6-ാം തീയതി ആയപ്പോ അവരെന്ത് ചെയ്തു? ഉപ്പ് നിയമം ലംഘിച്ചു. ആരാണ്? ഗാന്ധിജി അനുയായികളും ഉപ്പ് നിയമം ലംഘിച്ചു. അങ്ങനെ ഉപ്പ് നിയമമൊക്കെ ലംഘിക്കുമ്പോൾ ആർക്ക് ഇഷ്ടപ്പെടില്ല? ബ്രിട്ടീഷുകാർക്ക് ഇഷ്ടപ്പെടില്ല. അപ്പോ ബ്രിട്ടീഷുകാർ ആദ്യം സർദാർ വല്ലഭായ് പട്ടേലിനെ അറസ്റ്റ് ചെയ്തു. ആരെ അറസ്റ്റ് ചെയ്തു? ഈ ഉപ്പ് നിയമം ലംഘിച്ചതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആദ്യം നമ്മുടെ പട്ടേലിനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ആദ്യമായിട്ട് അറസ്റ്റ് ചെയ്ത് പട്ടേലിനെയാണ്. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് അറസ്റ്റ് വരിച്ച ആദ്യ വനിത ആരാന്ന് ചോദിച്ചാൽ നമ്മൾ പറയും രുക്മിണി ലക്ഷ്മിപതിയാണ്. അപ്പൊ ആദ്യമായിട്ട് അറസ്റ്റ് വരിച്ച വ്യക്തി സർദാർ വല്ലഭായ് പട്ടേലാണ്. ആദ്യമായിട്ട് അറസ്റ്റ് വരിച്ച വനിത ആരാണ്? രുക്മിണി ലക്ഷ്മിപതിയാണ്. ഇനി ഇവരെ മാത്രമല്ല, കുറെ പേര് അറസ്റ്റ് ചെയ്തു. പിന്നീട് ഗാന്ധിജിയെയും അറസ്റ്റ് ചെയ്തു. ഗാന്ധിജി അറസ്റ്റ് ചെയ്തപ്പോ ഗാന്ധിജിക്ക് പകരം ഗാന്ധിജി അറസ്റ്റ് ചെയ്തിട്ട് എവിടെയാ പാർപ്പിച്ചെന്ന് ഓർക്കണം? യർവാദ ജയിലിലാട്ടോ. യർവാദ ജയിൽ എവിടെയാണ്? പൂനെയിലാണ്. അപ്പൊ യർവാദ ജയിലിൽ ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്ത് പാർപ്പിക്കുകയാണ്. അപ്പൊ ഗാന്ധിജിക്ക് ശേഷം ആരെങ്കിലും ഇതിന് നേതൃത്വം നൽകാൻ വേണ്ടേ? അപ്പൊ ഗാന്ധിജിക്ക് ശേഷം അബ്ബാസ് തിയാബ്ജി എന്ന് പറയുന്ന ആളാണ് നേതൃത്വം നൽകിയത്. ആര് നേതൃത്വം നൽകി? അബ്ബാസ് തിയാബ്ജി ഗാന്ധിജിക്ക് ശേഷം ഇതിന് നേതൃത്വം നൽകി എന്നും കൂടി ഓർത്തു വെക്കുക. ഇത്രയും കാര്യം മനസ്സിലായോ? ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? അപ്പോ എന്താ പറയണത്? ഗാന്ധിജി നമ്മുടെ ഹെൻറി ഡേവിഡ് തോറോന്റെ സിവിൽ ഡിസൊബീഡിയൻസ് എന്ന് പറയുന്ന ഒരു ലേഖനം വായിക്കുകയാണ്. ആ ലേഖനത്തിൽ നിന്ന് സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിനെ കുറിച്ചിട്ടുള്ള ഐഡിയ കിട്ടുകയും 1929 ലാഹോർ INC അവതരിപ്പിച്ച് അതിനുള്ള അനുമതിയൊക്കെ കിട്ടി. ലോർഡ് ഇർവിനോട് പറയാണ് ഞങ്ങളിത് തുടങ്ങാൻ പോവാന്ന് 1930 മാർച്ച് 2-ന് പറഞ്ഞ് ഗാന്ധി 1930 മാർച്ച് 12-ന് ഉപ്പ് സത്യാഗ്രഹം തുടങ്ങുകയാണ്. ഗുജറാത്തിലെ സബർമതിയിൽ നിന്ന് 78 അനുയായികളോടുകൂടി ദണ്ഡി കടപ്പുറത്തേക്ക് യാത്ര തിരിക്കുകയാണ്. അനുയായികളിൽ ആരൊക്കെയാണ്? നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണൻ, മായങ്കര ശങ്കരൻ, ഷൊർണൂർ രാഘവ പൊതുവാൾ, കോട്ടയം ടൈറ്റസ് എന്നിവർ മലയാളികളായിരുന്നു. അങ്ങനെ ദണ്ഡി കടപ്പുറത്ത് 385 കിലോമീറ്റർ ദൂരം താണ്ടി, അല്ലെങ്കിൽ 240 മൈൽ ദൂരം സഞ്ചരിച്ച് രഘുപതി രാഘവ രാജാറാം എന്ന് പറയുന്ന ഗാനം ആലപിച്ച്, ആര് ഈണം നൽകിയത്? വിഷ്ണു ദിഗംബർ പുലസ്കർ ഈണം നൽകിയ ഗാനം ആലപിച്ച് 1930 ഏപ്രിൽ 5-ന് ദണ്ഡി കടപ്പുറത്ത് എത്തുന്നു. ഏപ്രിൽ 6-ന് അവർ ഉപ്പ് നിയമം ലംഘിക്കുന്നു. നിയമം ലംഘിച്ചതിൽ ബ്രിട്ടീഷുകാർ ആദ്യം അറസ്റ്റ് ചെയ്തു സർദാർ വല്ലഭായ് പട്ടേൽ. ആദ്യമായി അറസ്റ്റ് ചെയ്ത വനിത രുക്മിണി ലക്ഷ്മിപതി. പിന്നെ ഗാന്ധിജി അറസ്റ്റ് ചെയ്ത് യർവാദ ജയിലിൽ പ്രവേശിപ്പിച്ചു. ഗാന്ധിജി അറസ്റ്റ് ചെയ്തപ്പോൾ ഇതിന് നേതൃത്വം നൽകി അബ്ബാസ് തിയാബ്ജി. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഇനി ഒരു കാര്യം ടീച്ചർ പറയാൻ വിട്ടു. ഗാന്ധിജി ഈ ഉപ്പ് സത്യാഗ്രഹത്തിന് പോണേക്കാൾ മുന്നൊരു കാര്യം പറയണ്ടായി. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിലോ എന്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം. ഇത് ദണ്ഡിയാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ഗാന്ധിജി പറഞ്ഞ വാക്കുകളാണ് എന്ന് ഓർക്കുക. ഒന്നുകിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നിർവഹിച്ച് ഞാൻ മടങ്ങും, അല്ലെങ്കിൽ എന്റെ മൃതശരീരം അറബിക്കടലിൽ ഒഴുകുന്നത് കാണാം എന്ന് ദണ്ഡിയാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ആര് പറഞ്ഞതാണ്? ഗാന്ധിജി പറഞ്ഞതാണ്. ഇനി ഉപ്പ് സത്യാഗ്രഹം ഗുജറാത്തിൽ മാത്രമാണോ ഉണ്ടായിരുന്നേ? അല്ല. കേരളത്തിൽ പഠിച്ചപ്പോ കേരളത്തിലും നമ്മൾ ഉപ്പ് സത്യാഗ്രഹം പഠിച്ചു. കേരളത്തിൽ പയ്യന്നൂര് നമ്മൾ പഠിച്ചു. കേരളത്തിൽ പയ്യന്നൂര് ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കേരള ഗാന്ധി എന്ന് വിളിക്കുന്ന ആരാണ്? കെ കേളപ്പൻ എന്ന് പറയുന്ന ആളാണെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ പയ്യന്നൂരില് കെ കേളപ്പൻ നേതൃത്വം നൽകി. ഇനി പയ്യന്നൂർ മാത്രമാണ് ഉണ്ടായിരുന്നേ? അല്ല, കോഴിക്കോട് ഭാഗത്തുണ്ടായിരുന്നു. കോഴിക്കോട് ആരാണ് നേതൃത്വം നൽകിയത്? കോഴിക്കോട് നേതൃത്വം നൽകിയതിൽ പ്രധാനി മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ ആയിരുന്നു. ആരാണ്? മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. ഈ മുഹമ്മദ് അബ്ദുൾ റഹ്മാനെ കൂടാതെ കോഴിക്കോട് ഒരാളും കൂടി ഉണ്ടായിരുന്നു എന്ന് ഓർത്തു വെക്കണം. മുഹമ്മദ് അബ്ദുൾ റഹ്മാന്റെ കൂടെ ഉണ്ടായിരുന്നത് പി കൃഷ്ണപിള്ളയായിരുന്നു. കോഴിക്കോട് ആരുണ്ടായിരുന്നു? വേറെ പി കൃഷ്ണപിള്ള ഉണ്ടായിരുന്നു. ഇനി കേരളത്തിലും അതുപോലെ തന്നെ ഗുജറാത്തിലും മാത്രമല്ല, വേറെ പല സ്ഥലങ്ങളിലും ഇതിന് നേതൃത്വം നൽകിക്കൊണ്ട് ആൾക്കാരുണ്ടായിരുന്നു. ഒന്ന് ഒഡീഷയിൽ ആരാ ഉണ്ടായിരുന്നേന്ന് ഓർത്തു വെച്ചേ? ഒഡീഷയിൽ ഗോപബന്ധു ചൗധരിയാണ്. അപ്പൊ ഗോപബന്ധു ചൗധരി ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എവിടെയാണ്? ഒഡീഷയിലാണ്. ഗോപബന്ധു ചൗധരി ഒഡീഷയിലാണ്. ഇനി പെഷവാറിൽ നേതൃത്വം നൽകിയത് ആരാണ്? പെഷവാർ മാത്രല്ല, ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറിൽ പ്രവിശ്യകളിൽ നേതൃത്വം നൽകിയത് ആരാണ്? വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിലും പെഷവാറിലും നേതൃത്വം നൽകിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ്. ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് എന്ന് പറഞ്ഞോളൂട്ടോ. ഇനി അടുത്തത് കിഴക്കൻ ഭാഗങ്ങളിൽ, ഇപ്പൊ നമ്മൾ വടക്ക് പടിഞ്ഞാറൻ ഭാഗങ്ങളുടെ പേര് പറഞ്ഞു. തെക്കാണ് കേരളം, തെക്ക്. അപ്പൊ വടക്ക് പടിഞ്ഞാറ് പഠിച്ചു. അപ്പൊ കിഴക്ക് ഭാഗങ്ങളിൽ നേതൃത്വം നൽകിയത്, പ്രത്യേകിച്ച് നാഗാലാൻഡ് തുടങ്ങിയ മേഖലകളിൽ നേതൃത്വം നൽകിയത്
ആരാണ്? റാണി ഗൈഡിൻല്യൂ എന്ന് പറയുന്ന ലേഡിയാണ്. റാണി ഗൈഡിൻല്യൂ. ആരാണ്? റാണി ഗൈഡിൻല്യൂ ട്ടോ. റാണി ഗൈഡിൻല്യൂ ആണ്. ഇവരെ വിശേഷിപ്പിക്കുന്നത് നാഗന്മാരുടെ റാണി എന്നാണ്. എന്താണ്? നാഗന്മാരുടെ റാണി എന്ന് വിളിക്കുന്നത് ആരെയാണ്? റാണി ഗൈഡിൻല്യൂവിനെയാണ്. അങ്ങനെ പല ആൾക്കാരും പല സ്ഥലത്തും നേതൃത്വം നൽകിയില്ലേ. ഇനി തമിഴ്നാട്ടിന് നേതൃത്വം നൽകി. തമിഴ്നാട്ടില് ആരാണ് തമിഴ്നാട്ടില് നേതൃത്വം നൽകിയത്? സി രാജഗോപാലാചാരിയാണ്. ഈ സി രാജഗോപാലാചാരിയെ വേറൊരു പേരിട്ട് വിളിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുണ്ടാവും. അദ്ദേഹത്തിന്റെ പേര് വേദാരണ്യം ഗാന്ധി എന്നാണ്. അപ്പൊ വേദാരണ്യം ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? സി രാജഗോപാലാചാരിയാണ്. സി രാജഗോപാലാചാരി തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് മക്കളെ. എന്താണ്? തിരുച്ചിറപ്പള്ളി. തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം മുതൽ വേദാരണ്യം വരെ മാർച്ച് നയിച്ചു. എവിടം വരെ? വേദാരണ്യം വരെയാണ് മാർച്ച് നടത്തിയത്. അങ്ങനെ വേദാരണ്യം ഗാന്ധി എന്ന അദ്ദേഹത്തിന് പേരും വീണു. ക്ലിയർ ആയില്ലേ? അങ്ങനെ പല സ്ഥലങ്ങളിലും പല ആൾക്കാരും നേതൃത്വം വഹിച്ചതാണ് നമ്മൾ പഠിച്ചത്. പയ്യന്നൂരില് കേരള ഗാന്ധി എന്ന് വിളിക്കുന്ന കേളപ്പൻ, തമിഴ്നാട്ടില് വേദാരണ്യം ഗാന്ധി എന്ന് വിളിക്കുന്ന സി രാജഗോപാലാചാരി, അദ്ദേഹം തിരുച്ചിറപ്പള്ളി മുതൽ വേദാരണ്യം വരെ, കോഴിക്കോട് മുഹമ്മദ് അബ്ദുൽ റഹ്മാനും പി കൃഷ്ണപിള്ളയും, ഒഡീഷയിൽ ഗോപബന്ധു ചൗധരി, പെഷവാറിലും വടക്കു പടിഞ്ഞാറൻ പ്രവിശ്യകളിലും ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, കിഴക്കൻ മേഖലകളിൽ അതായത് പ്രത്യേകിച്ച് നാഗാലാൻഡ് മേഖലകളിലൊക്കെ റാണി ഗൈഡിൻല്യൂ അവരെ നാഗന്മാരുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്നു. അങ്ങനെ പല ആൾക്കാരും പല സ്ഥലങ്ങളിലും എന്ത് നടത്തി? നമ്മുടെ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടത്തി. ഇതിനെ അടിച്ചമർത്തുന്നതിൽ പരാജയപ്പെട്ടു ആര്? നമ്മുടെ ബ്രിട്ടീഷുകാര്. അപ്പോ നമ്മുടെ വൈസ്രോയി ആരായിരുന്നു? നമ്മൾ ആർക്കാണ് ഗാന്ധിജി ഞങ്ങൾ ഇങ്ങനെ ഒരു പരിപാടി തുടങ്ങാൻ പോവാ എന്ന് പറഞ്ഞ് ഇർവിൻ പ്രഭുവിന് ഒരു എന്താ പറയുന്നത്, ഇർവിൻ പ്രഭുവിനോട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കുകയുണ്ടായി ഗാന്ധിജി എന്ന് നമ്മൾ പറയുണ്ടായി. അപ്പൊ ഇർവിൻ പ്രഭുവിന് മനസ്സിലായി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പൊ ഇർവിൻ പ്രഭു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. എന്തിന്? ഈ സംഭവം എന്താ പറയാ നിർത്തിവെക്കാൻ. അപ്പൊ ഇതിന്റെ ഫലമായി കോൺഗ്രസ് നിയമലംഘന പ്രസ്ഥാനം പിൻവലിക്കാമെന്ന് പറയാണ്. കൂടാതെ രണ്ടാമ വട്ടമേശ സമ്മേളനത്തെ കുറിച്ച് ഇനി നമ്മൾ പഠിക്കും. അപ്പൊ രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് ആര് പറയാണ്? ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാം വട്ടമേശ സമ്മേളനമാണ്. അപ്പൊ പറഞ്ഞു കോൺഗ്രസ്സുകാരും ഗാന്ധിജിയൊക്കെ പറഞ്ഞു എന്നാൽ ശരി, ഞങ്ങൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിപ്പിക്കാം, എന്നിട്ട് ലണ്ടനിൽ നടക്കുന്ന വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാം. രണ്ടാമത്തെ വട്ടമേശ സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കാം എന്ന് ഗാന്ധിജി പറയാണ്. അങ്ങനെ ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും കൂടി 1931 മാർച്ച് മാസം 5-ാം തീയതി 1931 മാർച്ച് മാസം 5-ാം തീയതി എന്നാണ് 1931 മാർച്ച് മാസം 5-ാം തീയതി ഒരു സന്ധിക്ക് ഒപ്പിടുന്നു. ആ സന്ധിയുടെ പേരാണ് ഗാന്ധി ഇർവിൻ സന്ധി അഥവാ ഡൽഹി ഉടമ്പടി. അപ്പൊ ഗാന്ധി ഇർവിൻ സന്ധി അഥവാ ഡൽഹി ഉടമ്പടി എന്താണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിക്കാൻ കാരണമായിട്ടുള്ള ഉടമ്പടി ഗാന്ധി ഇർവിൻ സന്ധി അഥവാ ഡൽഹി ഉടമ്പടി. ഒപ്പിട്ടത് ഗാന്ധിജിയും ഇർവിൻ പ്രഭുവും 1931 മാർച്ച് 5-ന്. ഇർവിൻ പ്രഭുവിന് മനസ്സിലാവാണ് ഇങ്ങനെ പോയ നിയമലംഘന പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ പറ്റില്ല. അപ്പൊ ഇർവിൻ പ്രഭു നേരിട്ട് കോൺഗ്രസ്സുകാരുമായിട്ട് ഒരു സന്ധി സംഭാഷണത്തിൽ ഏർപ്പെടുന്നു. കോൺഗ്രസ്സുകാർ അതിന് തയ്യാറാവുന്നു. അങ്ങനെ ഗാന്ധിജി തയ്യാറാവുന്നു. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കാമെന്ന് ഗാന്ധിജി പറയുന്നു. 1931 മാർച്ച് മാസം 5-ാം തീയതി ഗാന്ധിയും ഇർവിനും ഒരു സന്ധിയിൽ ഒപ്പുവെക്കുന്നു. അതിനെ ഗാന്ധി ഇർവിൻ സന്ധി എന്നും ഡൽഹി ഉടമ്പടി എന്നും വിളിക്കുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതോടുകൂടി സിവിൽ നിയമലംഘന പ്രസ്ഥാനം അവസാനിച്ചു അല്ലെ. ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന് കുറേയധികം വിശേഷണങ്ങളുണ്ട്, അല്ലെങ്കിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തെ കുറിച്ച് പല ആൾക്കാർ പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരാൾ പറയാണ് ഉപ്പ് പെട്ടെന്ന് ഒരു നിഗൂഢമായ വാക്കായി മാറി. ഉപ്പ്
പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറി എന്ന് പറഞ്ഞത് ആരാണ്? ആരാ പറഞ്ഞെന്നറിയോ? നമ്മുടെ ജവഹർലാൽ നെഹ്റു. അതായത് ഉപ്പ് സത്യാഗ്രഹത്തെ കുറിച്ച് നെഹ്റു പറയാണ്, ഇത്രയും ഇമ്പോർട്ടൻസ് ഉപ്പ് എന്ന് പറയുന്ന ഒരു വാക്കിന് ഉണ്ടാവുമെന്ന് നമ്മൾ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല എന്ന്. ഉപ്പ് പെട്ടെന്ന് ഒരു നിഗൂഢമായ വാക്കായി മാറി എന്ന് പറഞ്ഞത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി അടുത്തത് മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പലായനം. മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പലായനം എന്ന് ദണ്ഡിയാത്രയെ ആര് പറഞ്ഞു? ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് ഇസ്രായേലിലേക്കുള്ള പലായനം. മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പലായനം എന്ന് ദണ്ഡിയാത്രയെ വിശേഷിപ്പിച്ചത് PC റോയി ആണ് എന്ന് മനസ്സിലാക്കുക മക്കളെ. ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ വാക്കായി മാറി എന്ന് പറഞ്ഞു ആര്? നമ്മുടെ നെഹ്റു. മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പലായനം എന്ന് പറഞ്ഞു ആര്? PC റോയ്. അടുത്തത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ്. കണ്ട, ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് വിളിച്ചു ആര്? നമ്മുടെ ഇർവിൻ പ്രഭു. എന്നിട്ട് അങ്ങേർക്ക് എന്താ പറയാ, ഇതിനെ അടിച്ചമർത്താൻ പറ്റാണ്ട് സന്ധിയിലേക്ക് വന്നു. എന്നാൽ ആള് വിട്ടുകൊടുത്തില്ല. ലോർഡ് ഇർവിൻ എന്താ പറഞ്ഞ? ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്നതിനെ വിശേഷിപ്പിച്ചു. ഇനി അടുത്തത് കിൻഡൻ ഗാർഡൻ സ്റ്റേജ് ഓഫ് റെവല്യൂഷൻ. കണ്ട, ഇത് കാര്യമൊന്നുമില്ല. ഒരു കിൻഡൻ ഗാർഡൻ സ്റ്റേജ് ആണ്. കിൻഡൻ ഗാർഡൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ. കിൻഡൻ ഗാർഡൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ലോർഡ് ബ്രെയിൽസ്ഫോർഡ് ആണ്. ലോർഡ് ബ്രെയിൽസ്ഫോർഡ് പറയാ, കുട്ടികൾ കളിക്കണ പോലെ ഇങ്ങനെ ഉപ്പുണ്ടാക്കി കളിക്കുക എന്നാണ് ആര് പറഞ്ഞത്? ലോർഡ് ബ്രെയിൽസ്ഫോർഡ് പറഞ്ഞത്. ഇനി ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് ആര് പറഞ്ഞു? മോത്തിലാൽ നെഹ്റു പറഞ്ഞു. അപ്പൊ ഇത്രയും വിശേഷണങ്ങൾ ഉണ്ട് കേട്ടോ. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ മോത്തിലാൽ നെഹ്റു ആണ്. ഇത്രയും കാര്യം ക്ലിയർ ആയില്ലേ? ഉപ്പ് പെട്ടെന്ന് നിഗൂഢമായ ഒരു വാക്കായി മാറിയെന്ന് നെഹ്റു പറഞ്ഞു. മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പലായനം എന്ന് PC റോയ് പറഞ്ഞു. ചായക്കോപ്പയിലെ കൊടുങ്കാറ്റ് എന്ന് ലോർഡ് ഇർവിൻ പറഞ്ഞു. കിൻഡർ ഗാർഡൻ സ്റ്റേജ് ഓഫ് റവല്യൂഷൻ എന്ന് ലോർഡ് ബ്രെയിൽസ്ഫോർഡ് പറഞ്ഞു. ശ്രീരാമന്റെ ലങ്കയിലേക്കുള്ള യാത്ര എന്ന് മോത്തിലാൽ നെഹ്റു പറഞ്ഞു. ഇനി സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിന്റെ ഭാഗമായി ബെല്ലാരി എന്ന് പറയുന്ന ജയിലിൽ അടച്ച് 43 ദിവസം ഉപവാസം ഇരുന്ന് വീരമൃത്യു വരിച്ച നേതാവ് ആരാണ്? പി കുഞ്ഞിരാമൻ അടിയോടി. ആരാണ്? പി കുഞ്ഞിരാമൻ അടിയോടി. അപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടാനായിട്ട് എത്രയോ ആൾക്കാര് വീരമൃത്യു വരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമ്മൾ തുടങ്ങിയ കാലത്ത് തൊട്ടില്ലേ, ഒന്നാം സ്വാതന്ത്ര്യ സമരം പഠിച്ചപ്പോ തൊട്ട്, അപ്പോഴത്തെ ആദ്യത്തെ രക്തസാക്ഷി തൊട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്. അപ്പൊ നമ്മുടെ ഇപ്പൊ ഉപ്പ് സത്യാഗ്രഹത്തിൽ ഇപ്പൊ പി കുഞ്ഞിരാമൻ അടിയോടിയാണ് 43 ദിവസം അദ്ദേഹം ഉപവാസം ഇരുന്ന് മരണമടഞ്ഞത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഉപ്പ് സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളത്. ഇനി ഒരു കാര്യം കൂടി ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പഠിച്ചു പോവാം. പൂർണ്ണ സ്വരാജ് എന്നാണ് ആ ടോപ്പിക്കിന്റെ പേര്. പൂർണ്ണ സ്വരാജ് ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പൂർണ്ണ സ്വരാജ് എന്താണ്. അതായത് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ഉപ്പ് സത്യാഗ്രഹം നമ്മൾ നടത്തി, അല്ലെങ്കിൽ സിവിൽ നിയമലംഘന പ്രസ്ഥാനം നടത്തി. ഈ ഉപ്പ് സത്യാഗ്രഹത്തിന്റെ അല്ലെങ്കിൽ സിവിൽ ലംഘന പ്രസ്ഥാനത്തിന്റെ ലക്ഷ്യം തന്നെ എന്തായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പൂർണ്ണ സ്വരാജ് ആണ്. നമുക്ക് സ്വന്തം നാട്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുക, അല്ലെങ്കിൽ സ്വന്തം നാട് നമ്മുടെ കയ്യിലാവുക എന്നുള്ളതായിരുന്നു. അപ്പൊ പൂർണ്ണ സ്വരാജ് ഇന്ത്യൻ ജനതയുടെ അന്തിമ ലക്ഷ്യമാണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. അതിന്റെ പ്രസിഡന്റ് ജവഹർലാൽ നെഹ്റു ആണെന്നൊക്കെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പഠിപ്പിച്ചപ്പോൾ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു. അങ്ങനെ പൂർണ്ണ സ്വരാജ് പ്രമേയം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ പാസാക്കി ഇന്ത്യൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യത്തിന്റെ സ്മരണാർത്ഥം ഒരു ഫ്ലാഗ് ഒക്കെ, അല്ലെങ്കിൽ നമ്മുടെ പതാകയൊക്കെ ഇവർ ഉയർത്തി. എപ്പോഴാണ്? 1929 ഡിസംബർ മാസം 31-ാം തീയതി അർദ്ധരാത്രി നമ്മുടെ സ്വാതന്ത്ര്യം നേടി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരു പതാകയൊക്കെ ഉയർത്തുണ്ടായി. എന്നിട്ട് 1930 ജാനുവരി 26 നമ്മുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ഇവർ
പ്രഖ്യാപിച്ചു. ആര്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രഖ്യാപിക്കുകയാണ്. അപ്പൊ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കുകയും ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തുകയൊക്കെ ചെയ്തത് ഏത് സമ്മേളനത്തിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്ട് നമ്മൾ പറയണം. 1929 ലാഹോർ സമ്മേളനത്തിലാണ് എന്ന് പറയണം കേട്ടോ. ഈ 1930 ജാനുവരി 26 മക്കളെ, ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ ഇന്ത്യയിൽ ജനുവരി 26 എന്തായിട്ട് എന്താ പറയുന്നത് തെരഞ്ഞെടുത്തത്? റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുത്തത് കേട്ടോ. അപ്പൊ ഇതിന്റെ ഓർമ്മയ്ക്ക് ജനുവരി 26 നമ്മൾ റിപ്പബ്ലിക് ദിനമായിട്ട് തെരഞ്ഞെടുക്കുകയും ചെയ്തു. ഇത്രയേ ഉള്ളൂ പൂർണ്ണ സ്വരാജ്. മനസ്സിലാക്കുക, ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹം നടത്തിയതിന്റെ അന്തിമ ലക്ഷ്യം എന്തായിരുന്നു? പൂർണ്ണ സ്വരാജ് ആയിരുന്നു. പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയത് 1929 ലാഹോർ സമ്മേളനത്തിലാണ്. എന്ത്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ. അതിന്റെ അധ്യക്ഷൻ എന്ന ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അവിടെ നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാര് പതാക ഡിസംബർ 1929 ഡിസംബർ 31 അല്ലെ, 1929 ഡിസംബർ 31 അർദ്ധരാത്രി പതാകയൊക്കെ ഉയർത്തി 1930 ജാനുവരി 26 ഞങ്ങളുടെ സ്വാതന്ത്ര്യ ദിനമായിട്ട് ഇവർ പ്രഖ്യാപിച്ചു. അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് നമ്മൾ റിപ്പബ്ലിക് ദിനം ജാനുവരി 26 ആയിട്ട് സെലക്ട് ചെയ്തത് എന്ന് മനസ്സിലാക്കുക. പിന്നെ നമ്മൾ സിവിൽ നിയമലംഘന പ്രസ്ഥാനവും പൂർണ്ണ സ്വരാജും പഠിച്ചു. അടുത്ത ക്ലാസ്സിൽ നമ്മൾ 1, 2, 3 വട്ടമേശ സമ്മേളനങ്ങൾ പഠിക്കണം. അത് കഴിഞ്ഞാൽ നമ്മുടെ കമ്മ്യൂണൽ അവാർഡും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 35 പിന്നെ നമുക്ക് കിറ്റ് ഇന്ത്യയും അതുപോലെ തന്നെ എന്തായി എന്താ പറയാ ക്രിപ്സ് മിഷനും കിറ്റ് ഇന്ത്യ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യക്ക് ക്യാബിനറ്റ് മിഷൻ പ്ലാനും നമ്മുടെ സ്വാതന്ത്ര്യം നേടുകയുണ്ടായി. അപ്പൊ 2-3 ദിവസം കൊണ്ട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി നമ്മുടെ ചരിത്രം നമുക്ക് അവസാനിപ്പിക്കാമെന്നുള്ള പ്രതീക്ഷയിലാണ് ടീച്ചർ കേട്ടോ. അപ്പൊ അതിനൊപ്പം നിങ്ങളും കൂടെ നിൽക്കുക. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. അടുത്ത ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.